പണ്ടുകാലം മുതലേ കർക്കടകം ഭഗവതി സേവയുടെയും കൂടെ മാസമായിട്ടാണ് നമ്മൾ ആചരിച്ചിരുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേര് പറയുമായിരുന്നു. ചിലയിടത്ത് ചീബോധിക്ക് വയ്ക്കുക എന്ന് പറയും, ചിലയിടത്ത് ഭഗവതിക്ക് വയ്ക്കുക എന്ന് പറയും, വേറെ ചിലയിടത്താവട്ടെ ഇത് അഷ്ടമംഗല്യം വയ്ക്കുക എന്ന് പറയും. ഇത് എന്നാലും എല്ലായിടത്തും തന്നെ ചെയ്തിരുന്ന ഒരു ആചാരമാണ്. അതായത് വൈകുന്നേരം നിലവിളക്ക് കൊളുത്തുന്ന സമയത്താണ് ചെയ്യുന്നത്. ഭഗവതിയുടെ മുൻപിലാണ് ഈ അഷ്ടമംഗല്യമൊക്കെ വയ്ക്കുന്നത്. ഭഗവതിയുടെ മുമ്പിലല്ല, ആ നിലവിളക്കിനെ ദേവിയായിട്ട് സങ്കല്പിച്ചിട്ടാണ് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അലക്കിയ മുണ്ട് വേണം, പിന്നെ ഒരു ഗ്രന്ഥം വേണം. സാധാരണ അതിന് നമ്മൾ രാമായണം തന്നെയാണ് വയ്ക്കാറുള്ളത്. പിന്നെ വാൽക്കണ്ണാടി നിശ്ചയമായിട്ടും വേണം. പിന്നെ വേണ്ടത് കൺമഷിയും കുങ്കുമമാണ്. കൂടാതെ ദശപുഷ്പങ്ങളും വേണം. ഇത്രയേ ഉള്ളൂ അവിടെ വയ്ക്കാനായിട്ട്. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ സന്ധ്യയാകുമ്പം വിളക്ക് വെച്ച് കഴിയുമ്പം നാമം ജപിക്കുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ ചടങ്ങ്. ഇത് കർക്കടകം 1-ാം തീയതി മുതൽ അവസാനത്തെ ദിവസം വരെ, ചിലപ്പം 31-ാം തീയതി ആയിരിക്കും, ഇല്ലെങ്കിൽ 32-ാം തീയതി ആയിരിക്കും. ആ ദിവസം വരെ എല്ലാ വീടുകളിൽ തന്നെ ചെയ്യാറുള്ള ഒന്നാണ്. പിന്നെ പണ്ടുകാലം മുതലേ തന്നെ ഈ പറയുന്ന പോലെ ഈ കർക്കടക മാസം ഉണ്ടല്ലോ, ഭഗവത് സേവ എല്ലാ വീടുകളിലും നടത്തുമായിരുന്നു. ഈ ഭഗവതി സേവയാണ് നമ്മൾ ഭഗവത് സേവ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും എല്ലാവരും നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും വീട്ടിൽ വെച്ച് നടത്താറില്ല. എല്ലാവരും ക്ഷേത്രത്തിൽ എഴുതിക്കും. അത് ഒരു ഗണപതി ഹോമം, ഒരു ഭഗവത് സേവയും എഴുതിക്കും. അപ്പം എല്ലാ വിധത്തിലും എല്ലാ ദേവീദേവന്മാർക്കും ഒരു പുണ്യമാസമായിട്ടാണ് നമ്മൾ ഈ കർക്കടകത്തെ കാണുന്നത്.